സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കുക. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്. ജാലകം മാക്സിമൈസ് ചെയ്യുന്നു. ക്ലോക്ക് വിൻഡോയിൽ എത്തുന്നു. സമരാത്ര ദിനങ്ങൾ കണ്ടെത്താം. പരിക്രമണവേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് മുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രതിഭാസം കണ്ടു നോക്കാം. ആദ്യമായി ടി ക്ലിക്ക് ചെയ്യുക. പ്രധാന അക്ഷാംശരേഖകൾ സോഫ്റ്റ്വെയറിൽ കാണുന്നതിനായി ടി ക്ലിക്ക് ചെയ്യുക. സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിനായി വൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഇവിടെയാണ്. സോഫ്റ്റ്വെയറിലെ ഡേറ്റ് പരിശോധിക്കുക. 2016 ഏപ്രിൽ 27. ഇത് മാർച്ച് 21 സെറ്റ് ചെയ്യണം. സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഡേറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെനു ബാറിലെ അഡ്ജസ്റ്റ് പ്രോഗ്രസീവ് വാല്യൂ ജി ക്ലിക്ക് ചെയ്യുക. ഈ ജിയിൽ തന്നെ പല രീതിയിൽ പ്രോഗ്രസീവ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റ്, 1 അവർ, 1 ഡേ, 7 ഡേയ്സ്, 30 ഡേയ്സ്, ഇങ്ങനെ പല രീതിയിൽ സമയം ക്രമീകരിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 30 ദിവസം തിരഞ്ഞെടുക്കുന്നു. ഇനി സമയം മുൻപിലോട്ടും പുറകിലോട്ടും പോകാൻ വേണ്ടി എയും ബിയും ക്ലിക്ക് ചെയ്താൽ മതി. മുന്നിലേക്ക് പോകാൻ എയും, ബി ബാക്ക്വേഡ് പോകാൻ ബിയും ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ മാർച്ചിലേക്കാണ് പോകേണ്ടത്, എന്നാൽ ബി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മാർച്ച് 28. ഇനിയും അഡ്ജസ്റ്റ് പ്രോഗ്രസീവ് വാല്യൂ 1 ഡേ എന്നാക്കുന്നു. ബാക്ക്വേഡ്, മാർച്ച് 21. മാർച്ച് 21 ഗ്രീനിച്ച് രേഖയുടെ ഇടത് സൈഡിലും വലത് സൈഡിലും നിരീക്ഷിച്ചാൽ നിഴലുകൾ ഒരേപോലെയാണെന്ന് കാണാവുന്നതാണ്. ഇത് രാവും പകലും തുല്യമായിരിക്കുന്ന ദിവസമാണ് മാർച്ച് 21. സൂര്യൻ്റെ സ്ഥാനം നിരീക്ഷിച്ചാൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ ലംബമായി സൂര്യരശ്മികൾ പതിക്കുന്ന ദിവസമാണെന്ന് നമുക്ക് സോഫ്റ്റ്വെയർ വഴി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും പകൽ കൂടിയ ദിവസം ഏതെന്ന് കണ്ടെത്താം. അത് ജൂൺ 21. അപ്പോൾ ജൂൺ 21 സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായി പ്രോഗ്രസീവ് വാല്യൂ 30 ഡേയ്സ് ആക്കുന്നു. സമയം മുൻപോട്ട് പോകാൻ വേണ്ടി എ ക്ലിക്ക് ചെയ്യുന്നു. മെയ്, ജൂൺ 19. ഇനിയും പ്രോഗ്രസീവ് വാല്യൂ ഒരു ദിവസമാക്കി എ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ജൂൺ 21. ജൂൺ 21 സൂര്യൻ്റെ സ്ഥാനം നോക്കുക. ഉത്തരാന രേഖയിലാണ്. 23.5 ഡിഗ്രി നോർത്ത് ഉത്തരാന രേഖയിൽ. ഇത് മധ്യരേഖയ്ക്ക് മുകളിലാണ്. അപ്പോൾ മധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രദേശങ്ങളിൽ പകൽ കൂടുതലും, മധ്യരേഖയ്ക്ക് താഴെയുള്ള പ്രദേശങ്ങളിൽ പകൽ കുറവും അനുഭവപ്പെടുന്നതാണ്. ഈ സമയത്ത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ 66.5 ഡിഗ്രി സൗത്തിൽ നിരീക്ഷിച്ചാൽ നമുക്ക് ഈ ഭാഗത്ത്
രാത്രിയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും പകൽ കൂടിയ ദിവസം ഏതെന്ന് കണ്ടെത്താം. അത് ഡിസംബർ 22 ആണ്. അതിനായി പ്രോഗ്രസ് വാല്യൂ G ക്ലിക്ക് ചെയ്യുന്നു. 30 ദിവസമാക്കുന്നു. A ക്ലിക്ക് ചെയ്ത് സമയം മുൻപോട്ട് ആക്കുന്നു. ഡിസംബർ 18. വീണ്ടും പ്രോഗ്രസീവ് വാല്യൂ 1 ഡേ ആക്കുന്നു. ഡിസംബർ 22. ഡിസംബർ 22-ന് സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലാണ്, 23.5 ഡിഗ്രി സൗത്ത്. അപ്പോൾ ദക്ഷിണ ഗോളത്തിൽ പകൽ കൂടുതലും ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കുറവുമായാണ് അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ നമുക്ക് പകൽ കുറവും രാത്രി കൂടുതലും അനുഭവപ്പെടാൻ കാരണം.